തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി അവശേഷിക്കുന്നത് വെറും 3 ദിവസം മാത്രമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, അസം, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ക്രമക്കേട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടന്നത് പശ്ചിമ ബംഗാളിലാണ്. BJP ഭരണം പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന പഞ്ചാബിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്ന ആരോപണങ്ങൾ ശരിവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. 77 മണ്ഡലങ്ങളിൽ റീപോളിംഗ് നടക്കുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വലിയ ഞെട്ടലാണ് BJP ക്യാമ്പുകളിൽ ഉണ്ടാക്കുന്നത്. എക്സിറ്റ് പോളുകളിൽ ഏറിയ പങ്കും ബംഗാളി BJPക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. മമതാ ബാനർജി യുഗം അവസാനിച്ച് അവിടെ താമര വിരിയുമെന്ന് എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും പറയുന്നുണ്ട്. എന്നാൽ 77 മണ്ഡലങ്ങളിൽ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുമ്പോൾ ഏത് രീതിയിൽ അത് അപകടം വിതയ്ക്കുമെന്ന പേടി BJPക്കുണ്ട്. ബംഗാൾ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണ ദൃശ്യമായത് എന്നത് ശ്രദ്ധേയമാണ്. ദക്ഷിണ ദിനാജ്പൂർ 94.98%, കൂച്ച് ബഹാർ 94.75%, ഭീർഭൂം 93.88% എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് ദിവസം ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട അസ്വാരസ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അവ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നതാണ് ആദ്യം കമ്മീഷൻ വ്യക്തമാക്കിയത്. പിന്നീടാണ് അവസാന ഘട്ടം 29-ന് പൂർത്തിയായതിന് പിന്നാലെയാണ് പരാതികളിൽ കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നത്. വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടു എന്ന പരാതി വ്യാപകമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മീഷനിൽ നിന്ന് നിർണായക ഉത്തരവുണ്ടായത്. BJPയും തൃണമൂൽ കോൺഗ്രസും ഇത് സംബന്ധിച്ച് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മെയ് 2-നുള്ളിൽ റീപോളിംഗ് നടത്തണമെന്നും കമ്മീഷൻ ഉത്തരവിടുന്നുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 ഘട്ടങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നതായി പരാതി ഉയർന്നിരുന്നു. ആകെ കൂടി 77 മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് അട്ടിമറി നടന്നത്. ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പരിശോധന നടത്തി. വോട്ടിംഗ് യന്ത്രങ്ങളിൽ അടക്കം പരിശോധന നടത്തിയതിനു ശേഷമാണ് 77 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതായി കണ്ടെത്തിയത്. മെയ് 4-ന് രാജ്യമെമ്പാടും ഫലം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ 77 മണ്ഡലങ്ങളിലും ഫലം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ച കമ്മീഷൻ മെയ് 2-ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഉത്തരവിടുകയായിരുന്നു. വോട്ടിംഗ് മെഷീനുകളിൽ വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ടേപ്പ് ഉപയോഗിച്ച് മറച്ചു എന്നാണ് പരാതി വ്യാപകമായി ഉയർന്നത്. ഇത് കണ്ടെത്തിയ കമ്മീഷൻ ആ രീതിയിൽ അട്ടിമറിക്ക് ശ്രമിച്ച മണ്ഡലങ്ങൾ ലിസ്റ്റ് ചെയ്ത് 2 വട്ടം പരിശോധന നടത്തിയിട്ടാണ് അട്ടിമറി ശ്രമങ്ങളുണ്ടെന്ന് കമ്മീഷൻ വിധി എഴുതിയത്. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിൽ നിരീക്ഷകരുടെ റിപ്പോർട്ടുകളും ഫീൽഡ് റിപ്പോർട്ടുകളും നിർണായകമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയുടെ വിജയമാണ് ഈ ബംഗാളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം. വരും ഘട്ടങ്ങളിൽ ഇതേ സുരക്ഷാ കർക്കശ്യം തുടരുമെന്നും വോട്ടർമാർക്ക് ഭയഹിതമായി സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വോട്ടിംഗ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് 77 പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. 2ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന വ്യാപക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടികളുമായി കമ്മീഷൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഭവാനിപൂരിലും നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. സുവേന്ദു അധികാരിയും തൃണമൂൽ പ്രവർത്തകരും തമ്മിലുള്ള തർക്കം സംഘർഷത്തിന് വഴിവെച്ചിട്ടുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തേണ്ട എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമെന്നും കാണാൻ സാധിക്കും. അതേസമയം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പതനം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. 5 ഏജൻസികൾ BJP അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നുണ്ട്. 142 മുതൽ 208 സീറ്റ് വരെ നേടി BJP അധികാരം പിടിച്ചേക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 187 സീറ്റ് പ്രവചിക്കുന്ന പീപ്പിൾസ് പൾസ് മാത്രമാണ് തൃണമൂലിന് തുടർ ഭരണം പറയുന്നത്. എന്തായാലും റീപോളിംഗ് ആരെ തുണയ്ക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ മെയ് 4 വരെ തുടരുമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.